ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ലെസൺ. ഇന്ന് നമ്മൾ വളരെ രസകരവും ഇൻട്രസ്റ്റിംഗുമായ ഒരു ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ആ ടോപ്പിക് എന്ന് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. സൂര്യൻ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ദിവസവും കാണുന്ന ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് സൂര്യൻ. രാവിലെ ഉദിക്കുന്നതും വൈകുന്നേരം അസ്തമിക്കുന്നതുമായ ഈ പ്രകാശഗോളം വെറും ഒരു പ്രകാശത്തിന്റെ ഉറവിടമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമൻ നക്ഷത്രമാണ്. ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിയാണ് ഭ്രമണം ചെയ്യുന്നത്. സൂര്യന്റെ ഗുരുത്വാകർഷണ ശക്തിയാണ് ഈ മുഴുവൻ സംവിധാനവും ഒരുമിച്ച് നിലനിർത്തുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യന്റെ ഘടനകളും സവിശേഷതകളുമാണ്. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സൗരചക്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഇതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞത് സോളാർ സൈക്കിൾ എന്നാണ്. സൂര്യന്റെ കാന്തിക മണ്ഡലത്തിൽ ഏകദേശം ഓരോ 11 വർഷം കൂടുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സൗരചക്രം എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് സൂര്യന്റെ കാന്തിക ധ്രുവങ്ങൾ പരസ്പരം മാറുന്നു, അതായത് വടക്കേ ധ്രുവം തെക്കേ ധ്രുവമായി തിരിച്ചും മാറുന്നു. ഈ ചക്രം സൂര്യന്റെ ഉപരിതലത്തിലെ പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു. സൗരചക്രത്തിന്റെ കാഠിന്യത്തിൽ സൂര്യനിൽ വളരെയധികം സൗരകളങ്കങ്ങളും ജ്വാലകളും കാണപ്പെടുന്നു. ഇത് ഭൂമിയിലെ റേഡിയോ ആശയവിനിമയത്തെയും ഉപകരണങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചക്രത്തിന്റെ താഴ്ന്ന അവസ്ഥയിൽ സൂര്യൻ താരതമ്യേന ശാന്തനായിരിക്കും. സൗരചക്രത്തെ നിരീക്ഷിക്കുന്നത് ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. സൗരചക്രം ഭൂമിയിലെ കാലാവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും അത് അന്തരീക്ഷത്തിന്റെ മുഖ പാളികൾ മാറ്റങ്ങൾ വരുത്താറുണ്ട്. സൂര്യന്റെ ഈ ഊർജ വ്യതിയാനങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഓരോ പുതിയ ചക്രവും തുടങ്ങുമ്പോൾ ശാസ്ത്രലോകം അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആണവ സംയോജനം എന്നാൽ എന്തെന്നാണ്. ഇതിനെ ഇംഗ്ലീഷ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നതിന് മലയാളത്തിൽ ആണവ സംയോജനം എന്നാണ് പറയുന്നത്. ഇത് രണ്ടു ലഘുവായ അണുക്കൾ ചേർന്ന് ഒരു ഭാരമേറിയ അണുവായി മാറുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ വളരെ വലിയ അളവിൽ ഊർജം പുറത്തുവരുന്നു. സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും ഈ ആണവ സംയോജനത്തിലൂടെയാണ് പ്രകാശവും ചൂടും ഉത്പാദിപ്പിക്കുന്നത്. സൂര്യന്റെ ഉള്ളിൽ ഹൈഡ്രജൻ അണുക്കൾ ചേർന്ന് ഹീലിയമായി മാറുമ്പോൾ ഈ ഊർജം ഉണ്ടാകുന്നു. ഈ പ്രക്രിയ നടക്കാൻ അത്യുച്ഛമായ താപനിലയും മർദ്ദവും ആവശ്യമാണ്. സൂര്യനിൽ ഊർജ ഉത്പാദനം ആണവ സംയോജനത്തിലൂടെയാണെന്ന് ശാസ്ത്രീയമായി വിശദീകരിച്ച് ഹാൻസ് ബെറ്റെ ആണ്. അദ്ദേഹമാണ് നക്ഷത്രങ്ങളിൽ ഊർജം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദമായി കണ്ടെത്തിയത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് സമയമെടുക്കുന്നു. ഭൂമിയിൽ ഈ പ്രക്രിയ നിയന്ത്രിതമായി സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഗവേഷണം നടത്തുന്നു. ഇത് വിജയകരമായ ശുദ്ധവും സുരക്ഷിതവുമായ ഊർജ സ്രോതസ്സായി മാറും. ആണവ സംയോജനം ഭാവിയിലെ വൈദ്യുതി ഉത്പാദനത്തിന് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സൗരവാതം എന്നാൽ എന്തെന്നാണ്. ഇതിനെ ഇംഗ്ലീഷിൽ സോളാർ വിൻഡ് എന്നാണ് പറയുന്നത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ നിന്ന് നിരന്തരം പുറപ്പെടുന്ന ചാർജുള്ള കണങ്ങളുടെ പ്രവാഹമാണ് സൗരവാതം. ഇതിൽ പ്രധാനമായും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമാണ് അടങ്ങിയിരിക്കുന്നത്. സെക്കൻഡിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ കണങ്ങൾ സൗരയൂഥത്തിലുടനീളം വ്യാപിക്കുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലം ഈ സൗരവാതത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. കാന്തിക മണ്ഡലം ഇല്ലാതിരുന്നുവെങ്കിൽ ഈ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തെ നശിപ്പിക്കുമായിരുന്നു. സൗരവാതം ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി കൂട്ടിമുട്ടുമ്പോൾ ധ്രുവ പ്രദേശങ്ങളിൽ മനോഹരമായ പ്രകാശവിസ്മയം ഉണ്ടാകുന്നു. ഇതിനെ അറോറാസ് എന്നാണ് വിളിക്കുന്നത്. സൗരവാതം ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചൊവ്വയുടെ അന്തരീക്ഷം നേർത്തതായി പോയതിന് ഒരു കാരണം ശക്തമായ സൗരവാതമാണെന്നാണ് കരുതപ്പെടുന്നത്. ബഹിരാകാശ വാഹനങ്ങൾ അയക്കുമ്പോൾ ഈ പ്രവാഹത്തെ മുൻകൂട്ടി കാണേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹീലിയോസ്ഫിയർ എന്താണെന്നാണ്.
സൗരവാതം വ്യാപിച്ചു കിടക്കുന്ന ബഹിരാകാശത്തെ അഭീമമായ മേഖലയാണ് ഹീലിയോസ്ഫിയർ. ഇത് നമ്മുടെ സൗരയൂഥത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സംരക്ഷണ കവചം പോലെയാണ്. അന്തർനക്ഷത്ര ബഹിരാകാശത്തു നിന്ന് ദോഷമുള്ള കോസ്മിക് കിരണങ്ങളിൽ നിന്ന് ഇത് ഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നു. ഹീലിയോസ്ഫിയറിന്റെ അതിർത്തിയിൽ സൗരവാതത്തിന്റെ വേഗത കുറയുകയും അത് പുറത്തെ വാതകങ്ങളുമായി കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. വോയേജർ 1, വോയേജർ 2 തുടങ്ങിയ ബഹിരാകാശ വാഹനങ്ങൾ ഈ അതിർത്തി കടന്ന് ഇപ്പോൾ അന്തർനക്ഷത്ര ബഹിരാകാശത്താണ് ഉള്ളത്. സൂര്യൻ ഗാലക്സിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഹീലിയോസ്ഫിയറും കൂടെ നീങ്ങുന്നു. സൗരയൂഥത്തിന്റെ വലിപ്പവും വ്യാപ്തിയും നിശ്ചയിക്കുന്നത് ഈ ഹീലിയോസ്ഫിയർ ആണ്. സൂര്യന്റെ ശക്തി കുറയുന്നിടത്ത് ഇതിന്റെ അതിർത്തി അവസാനിക്കുന്നു. പ്രപഞ്ചത്തിലെ മറ്റ് മാരകമായ വികിരണങ്ങളിൽ നിന്ന് ജീവനെ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അറോറാസ് എന്നാൽ എന്തെന്നാണ്. ഇത് 2 തരത്തിലുണ്ട്: നോർത്തേൺ ആൻഡ് സദേൺ അറോറാസ്. സൂര്യനിൽ നിന്നുള്ള ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ ആകാശത്ത് ഉണ്ടാകുന്ന മനോഹരമായ പ്രകാശ പ്രതിഭാസമാണ് അറോറ. വടക്കൻ ധ്രുവത്തിൽ ഇതിനെ അറോറ ബോറിയലിസ് എന്നും തെക്കൻ ധ്രുവത്തിൽ അറോറ ഓസ്ട്രലിസ് എന്നും വിളിക്കുന്നു. പച്ച, ചുവപ്പ്, നീല നിറങ്ങളിൽ ആകാശം തിളങ്ങുന്നത് കാണാൻ വളരെ മനോഹരമാണ്. സൗരവാതത്തിലെ കണങ്ങൾ ഭൂമിയുടെ കാന്തിക ബലരേഖയിലൂടെ ധ്രുവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ പ്രതിഭാസം അവിടെ മാത്രം ദൃശ്യമാകുന്നത്. ഓക്സിജൻ, നൈട്രജൻ എന്നീ വാതകങ്ങളുടെ സമ്പർക്കമാണ് വ്യത്യസ്ത നിറങ്ങൾക്ക് കാരണമാകുന്നത്. സൗരജ്വാലകൾ ശക്തമാകുമ്പോൾ അറോറകൾ കൂടുതൽ തെളിച്ചമുള്ളതാകുന്നു. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് അറോറകൾ. ഇത് കാണാനായി മാത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ശാസ്ത്രീയമായി ഇത് ഭൂമിയുടെ കാന്തിക കവചം എത്രത്തോളം സജീവമാണെന്ന് കാണിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യന്റെ ചലനത്തെക്കുറിച്ചാണ്. സൂര്യൻ ഒരു സ്ഥിരമായ വസ്തുവല്ല. അത് സ്വന്തം അക്ഷത്തിന് ചുറ്റും തിരിയുന്ന ഒരു വലിയ ഗ്യാസിയസ് നക്ഷത്രമാണ്. ഈ ചലനത്തെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഭൂമിയെപ്പോലെ മുഴുവൻ ഭാഗങ്ങളും ഒരേ വേഗത്തിൽ തിരിയുന്നില്ല എന്നതാണ് സൂര്യന്റെ പ്രത്യേകത. ഇത് ഡിഫറൻഷ്യൽ റൊട്ടേഷൻ എന്നറിയപ്പെടുന്നു. സൂര്യന്റെ വിഷുവവൃത്തത്തിന് സമീപമുള്ള ഭാഗങ്ങൾ ഏകദേശം 25 ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം ചുറ്റും തിരിയുമ്പോൾ ധ്രുവപ്രദേശങ്ങൾ തിരിയാൻ ഏകദേശം 25 ദിവസത്തോളം എടുക്കുന്നു. ഇതിന്റെ കാരണം സൂര്യന്റെ ഒരു ദ്രാവകാവസ്ഥയിലുള്ള വാതകഗോളമാണ് എന്നതാണ്. ഇതുപോലെ വ്യത്യസ്ത വേഗത്തിൽ തിരിയുന്നത് കൊണ്ടാണ് സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സൂര്യന്റെ ഈ ചലനം സൂര്യകലകൾ രൂപപ്പെടുന്നതിലും സൂര്യജ്വാലകൾ ഉണ്ടാകുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ചുരുങ്ങുകയും വലുതാകുകയും ചെയ്യുന്ന 11 വർഷചക്രത്തിനും ഈ ചലനം കാരണമാകുന്നു. അതിനാൽ സൂര്യന്റെ റൊട്ടേഷൻ പഠിക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് വളരെ പ്രധാനമാണ്. കാരണം ഇത് ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കാൻ സഹായിക്കുന്നു. സൂര്യന്റെ ഈ പ്രത്യേകമായ ചലനം അതിന്റെ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന സവിശേഷതയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യന്റെ ഘടനയെക്കുറിച്ചാണ്. ഇതിനെ നമുക്ക് 2ആയി തരംതിരിക്കാം: സൂര്യന്റെ ഉൾവശം, അതുപോലെ തന്നെ സൂര്യന്റെ അന്തരീക്ഷം. സൂര്യന്റെ ഉൾവശം, ദി ഇന്റീരിയർ ലെയർ. ഒന്നാമതായി കാമ്പ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ദി കോർ എന്നാണ്. സൂര്യന്റെ ഏറ്റവും ഉൾഭാഗമാണിത്. ഇവിടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഇതിലൂടെയാണ് സൂര്യന്റെ എല്ലാ ഊർജവും ഉണ്ടാകുന്നത്. ഇവിടുത്തെ താപനില ഏകദേശം 15 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ്.
രണ്ടാമതായി നമ്മൾ നോക്കുന്നത് റേഡിയേറ്റീവ് സോണാണ്. കാമ്പിൽ നിന്നുണ്ടാകുന്ന ഊർജം വികിരണങ്ങളായി പുറത്തേക്ക് വരുന്ന ഭാഗം. ഈ പാളിയിലൂടെ ഊർജത്തിന് പുറത്തെത്താൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. മൂന്നാമതായി കൺവെക്റ്റീവ് സോൺ. ഉൾവശത്തെ ഏറ്റവും പുറമേയുള്ള പാളി. ഇവിടെ ചൂടുള്ള പ്ലാസ്മ മുകളിലേക്ക് ഉയരുകയും തണുത്ത പ്ലാസ്മ താഴേക്ക് പോവുകയും ചെയ്യുന്നതിലൂടെ ഊർജം പുറത്തേക്ക് കൈമാറുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യന്റെ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചറാണ്. ഒന്നാമതായി ഫോട്ടോസ്ഫിയർ. നമ്മൾ കാണുന്ന സൂര്യന്റെ തിളങ്ങുന്ന ഉപരിതലമാണിത്. ഇതിലെ സൂര്യന്റെ ദൃശ്യ ഉപരിതലം എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ താപനില ഏകദേശം 5500 °C ആണ്. സൗരകളങ്കങ്ങൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. രണ്ടാമത്തേതായി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമോസ്ഫിയർ. ഫോട്ടോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള ചുവന്ന നിറത്തിലുള്ള പാളി ആണിത്. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് മാത്രമേ ഇത് വ്യക്തമായി കാണാൻ കഴിയുള്ളൂ. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൊറോണ. സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള അന്തരീക്ഷ പാളിയാണിത്. ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാസ്റ്റത്തെ നമ്മുടെ പാർട്ടാണ്. സൂര്യന്റെ ജീവിതം, ദി ലൈഫ് ഓഫ് സൺ. സൂര്യന്റെ ജനനം എങ്ങനെയാണെന്നാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപാണ് സൂര്യൻ ജനിച്ചത്. ബഹിരാകാശത്തെ ഭീമാകാരമായ ഒരു വാതക പടലവും പൊടിപടലവും സ്വന്തം ഗുരുത്വാകർഷണം മൂലം ചുരുങ്ങാൻ തുടങ്ങിയതോടെയാണ് സൂര്യൻ രൂപം കൊണ്ടത്. ഈ പ്രക്രിയയുടെ ഫലമായി മധ്യഭാഗത്ത് അമിതമായ ചൂടും മർദ്ദവും ഉണ്ടാവുകയും അത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തിന് തുടക്കമിടുകയും ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൂര്യന്റെ നിലവിലത്തെ അവസ്ഥയെക്കുറിച്ചാണ്. നമ്മുടെ സൂര്യൻ ഒരു മധ്യവയസ്കനാണ്. സൂര്യൻ ഇപ്പോൾ അതിന്റെ ജീവിതത്തിന്റെ പകുതി ഘട്ടത്തിലാണ്. ശാസ്ത്രജ്ഞർ ഇതിനെ മെയിൻ സീക്വൻസ് ഘട്ടം എന്ന് വിളിക്കുന്നു. നിലവിലെ പ്രായം സൂര്യന്റെ 460 കോടി വർഷമാണ്. സ്ഥിരതയുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റിക്കൊണ്ട് അത് പ്രകാശവും ചൂടും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി 500 വർഷം കൂടി മാത്രമേ സൂര്യൻ ഈ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൂര്യന്റെ ഭാവിയെക്കുറിച്ചാണ്. സൂര്യൻ അവസാനം ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുന്നു. ഇതിന് ഇംഗ്ലീഷിൽ റെഡ് ജയന്റ് സ്റ്റാർ എന്നാണ് പറയുന്നത്. സൂര്യന്റെ ഉള്ളിലെ ഹൈഡ്രജൻ ഇന്ധനം ഏകദേശം തീരുന്നതോടെ അതിന്റെ സ്വഭാവം മാറും. സൂര്യന്റെ കേന്ദ്രം ചുരുങ്ങുകയും പുറം ഭാഗം അതിവേഗം വികസിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 100 കണക്കിന് മടങ്ങ് വലുതാകും. ഈ ഘട്ടത്തിൽ സൂര്യൻ ഒരു റെഡ് ജയന്റ് ആയി മാറും. വികസിച്ചു വരുന്ന സൂര്യൻ മെർക്കുറി, വീനസ് എന്നീ ഗ്രഹങ്ങളെ വിഴുങ്ങും. ഭൂമിയുടെ അവസ്ഥയിൽ സമാനമാകാനാണ് സാധ്യത. ഭൂമി വിഴുങ്ങപ്പെട്ടില്ലെങ്കിലും പോലും അമിതമായ ചൂട് കാരണം ഭൂമിയിലെ സമുദ്രങ്ങളെല്ലാം വറ്റുകയും ജീവൻ അസാധ്യമാവുകയും ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൂര്യന്റെ അന്ത്യഘട്ടത്തെ കുറിച്ചാണ്. സൂര്യൻ അവസാനം വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമായി മാറും. റെഡ് ജയന്റ് ഘട്ടത്തിൽ നിന്ന് ശേഷം സൂര്യൻ അതിന്റെ പുറം പാളികളെ ബഹിരാകാശത്തേക്ക് തള്ളിക്കളയും. ഇത് മനോഹരമായ ഒരു പ്ലാനറ്ററി നെബുല ആയി മാറും. സൂര്യന്റെ കാമ്പ് മാത്രം അവശേഷിക്കും. ഇത് വളരെ ചെറുതും എന്നാൽ അതീവ സാന്ദ്രതയുള്ളതുമായ ഒരു നക്ഷത്രമായി മാറും. ഇതിനെ വൈറ്റ് ഡ്വാർഫ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം ഇതിന്റെ വലിപ്പം ഭൂമിയുടെ അത്രയും തന്നെയാകും. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ വൈറ്റ് ഡ്വാർഫ് തണുക്കുകയും പ്രകാശം നിലയ്ക്കുകയും ചെയ്യും. അതോടെ സൂര്യൻ ഒരു ബ്ലാക്ക് ഡ്വാർഫ് ആയി മാറി പ്രപഞ്ചത്തിന്റെ ഇരുട്ടിൽ മറയും.